ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? ഞാനും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെൽത്തി ലഞ്ചാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ മസാലകളൊന്നും ചേർക്കാതെ ഇതേപോലെയുള്ള റൈസ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നല്ല കഴിക്കാൻ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് ഗീ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഗീയാണ് ഇവിടെ ചേർക്കുന്നത്. ഈ ഗീ ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂണ് ഗീ ഇട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഗീയും കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതാ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയും ഗീയും ചേർത്ത് കൊടുത്ത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇത്രയും സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ മീഡിയം സൈസ് കറാമ്പട്ട, ഒരു 6 ഏലക്കായി, കറാമ്പൂ 6 എണ്ണം, ബേ ലീഫ്. ഇത് നമുക്കിതിലേക്ക് കൊടുക്കാം. ഇനി നന്നായി ചൂടായി വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർക്കട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇത് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കട്ടോ. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വെച്ച് എന്നിട്ട് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഇട്ടതിന് ശേഷം തക്കാളി ഇടട്ടെ. തക്കാളി നല്ല ഉടയാന്നുണ്ടെങ്കിൽ എനിക്ക് തക്കാളി നല്ല ഉടഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. ഇനി ഈ തക്കാളി ഒന്ന് വഴറ്റി വന്നാൽ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. 3 മിനിറ്റ് നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ചിക്കൻ ഒന്ന് കളർ ചേഞ്ച് ആയി വരണം. ഈ കിടന്നുകൊണ്ട് കേട്ടോ. അപ്പോഴത്തേനൊന്ന് പകുതി കുക്കാവും ചെയ്യും. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഞാൻ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. തീ ഏകദേശം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് എടുക്കുന്നത് ഞാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മാറി കിട്ടുമല്ലോ കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഇനി അരി ഇടാനാകുമ്പോഴത്തേന് നമുക്ക് ഉപ്പൊക്കെ പാകമാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇതിങ്ങനെ ഒരു ഫ്രൈ ആയ രൂപത്തിൽ കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി എല്ലാം തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ നമ്മൾ തൈരിട്ട് നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി സ്പൈസസ് ഇട്ടിക്കണം, എന്നാലും ഒരു ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഫ്ലേവർ ഉണ്ടാവും. വേറെയുള്ള മസാലകളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യണം കേട്ടോ. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 തണ്ട് പുതിനയും ഒരു 6 തണ്ട് മല്ലിച്ചപ്പും കട്ട് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. എല്ലായിടത്തും ഒന്നാകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് പുതിന 2 തണ്ടിട്ടാൽ മതി, കൂടുതലാവരുത് ഇട്ടാൽ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ 3 കപ്പ് അരി എടുത്തതിന് ഞാനിവിടെ അതിലേക്ക് അനുസരിച്ച 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള ഇതിലേക്ക് അളന്ന് വെച്ചാണ്. അത് തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി ഉപ്പ് ഈ സമയത്ത് നോക്കി കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ചെറുനാരങ്ങൻ്റെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിത് ഒരു ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞെടുത്താണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ 20 മിനിറ്റ് വെള്ളത്തിലിട്ട് ഷോക്ക് ചെയ്ത റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതൊരു 5 മിനിറ്റ് അടച്ച് കൊടുക്കട്ടെ. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച വെള്ളവും പാർന്നതാണ്, എന്നാലും ഒന്നും കൂടി തിളക്കട്ടെ. അപ്പോൾ അടച്ച് വെച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിട്ട് കൊടുക്കട്ടോ. ഞാൻ അരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കത് ഒന്ന് അടച്ച് ഒന്ന് തിളക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഇളക്കിയും കൊണ്ട് നമുക്ക് തീ ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് വെള്ളം വറ്റി വന്നതിന് ശേഷം നമുക്ക് ദം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇതിനിടയിൽ 2 പ്രാവശ്യം കൂടി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ദം ചെയ്യാനുണ്ട്.
അപ്പോൾ നമുക്കൊന്ന് ഇപ്പോഴാണ് ഇളക്കി കൊടുക്കേണ്ടത്. നന്നായി വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വറ്റുകളൊക്കെ ഈ റൈസൊക്കെ ഒന്നാകെ പിന്നെ നുറുങ്ങിപ്പോട്ടോ. ഇനി ഇത് നന്നായി അപ്പോൾ നമുക്ക് 20 മിനിറ്റ് ദം ചെയ്യാൻ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇതാ ഞാൻ ദം ചെയ്യാനായിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞു. അത് 20 മിനിറ്റ് കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിൻ്റെ ലിഡ് തുറക്കുന്നത്. എൻ്റെ വീഡിയോയിൽ ആരെങ്കിലും ഫോളോ ചെയ്യാതെ കാണുകയാണെന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വേണ്ടില്ല അങ്ങനെ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉടയാതെ തന്നെ നമുക്ക് റൈസ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊണ്ട് സെർവ് ചെയ്യട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാം. നമുക്കിത് ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇളക്കണമെന്നില്ല, നമുക്കിങ്ങനെ പിന്നെ പാത്രത്തേക്ക് നമുക്ക് സെർവ് ചെയ്യാൻ വിളമ്പട്ടോ. അപ്പം ഞാൻ നന്നായി ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സെർവ് ചെയ്യാൻ വേണ്ടി പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാം. അപ്പോൾ എപ്പോഴും റൈസ് കഴിക്കുമ്പോൾ പോർഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാനാണെങ്കിൽ ഒക്കെ നമുക്ക് പിന്നെ ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര പോർഷൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ സലാഡാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 കഷ്ണം പ്രോട്ടീനായിട്ട് 2 കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സലാഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ റൈസ് ഇനി ഞാനിതാ സലാഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പിന്നെ ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ഞാനിതിലേക്ക് ടൊമാറ്റോ ചട്നിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാനിപ്പോൾ സലാഡും പിന്നെ അച്ചാറുണ്ട്, അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാക്കി കഴിക്കട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ മസാലകളൊന്നും ഇല്ലാത്ത ചോറ് റൈസ് നമുക്ക് തടി കൂടാതിരിക്കാനും പിന്നെ അതേമാതിരി കിഡ്നി പ്രോബ്ലം പിന്നെ ക്യാൻസർ ഒന്നും വരാതിരിക്കാനും മസാലകളൊന്നും ഉപയോഗിക്കാത്ത റൈസ് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയൊരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പുലാവ് റൈസൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ മുളക് അച്ചാറുണ്ട് കേട്ടോ. നമ്മൾ വല്ല ബിരിയാണിയിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ മുളക് അച്ചാറാണ് ഞാനിതിലേക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിന്ന് ടൊമാറ്റോ ചട്നി ഒന്നും ഉണ്ടാക്കാഞ്ഞത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് മുളക് അച്ചാർ കേട്ടോ. മുളക് ആ ചെറിയൊരു മധുരത്തോടു കൂടിയ അച്ചാർ. അപ്പോൾ ഈ ഹെൽത്തി പുലാവിൻ്റെ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.